തിരുവനന്തപുരം ജില്ലയിലെ പേരൂർക്കടയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഒരു കൂട്ടം RSS പ്രവർത്തകർ ഒരു വീട് കയറി ആക്രമിച്ചു എന്നുള്ളൊരു വാർത്ത കേട്ടതിനെ തുടർന്നാണ് ഞങ്ങൾ എത്തിയത്. എന്നാൽ ഇതുവരെയായിട്ടും വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ നടന്ന ഈ സംഭവത്തിൽ പോലീസ് നടപടിയെടുത്തില്ലെന്നും പ്രതികളെ കണ്ടെത്താനായിട്ടില്ല എന്നുമാണ് ഇപ്പോൾ ഈ കുടുംബം പറയുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ AC വിഭാഗത്തിൽപ്പെട്ടതാണ്. ഇവിടെ എല്ലാവരും ഉയർന്ന ജാതിക്കാരാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ഒരു പൈപ്പിൽ നിന്ന് പോലും നമ്മൾ വെള്ളം എടുക്കാൻ താമസിക്കുന്നത്. നമ്മൾ വെള്ളം എടുക്കണമെങ്കിൽ അവരെല്ലാവരും എടുത്ത ശേഷം നമ്മൾ വെള്ളം എടുക്കാൻ താമസിക്കും. അവർ വരുമെങ്കിൽ നമ്മൾ മാറി നിന്ന് കൊടുക്കണം. ഈ 2 ആമക്കളും അവരെ കാണുമ്പോൾ മുണ്ടകത്തിടണം. അതൊക്കെയാണ് അവർ അല്ലെങ്കിൽ പറയാം അഹങ്കാരികളെന്ന് പറയും. അങ്ങനെ ഈ AC വിഭാഗത്തിലുള്ള എല്ലാ ജാതിക്കാരെയും എല്ലാ ആൺകുട്ടികളെയും ഇവർ ക്രൂരമായിട്ട് മർദ്ദിക്കുന്ന ഒരു സ്ഥലമാണ്. ഞാൻ രാവിലെ ഒരു 7 മണിക്കൊക്കെ വീട്ടു ജോലിക്ക് പോകുന്ന ഒരു വ്യക്തിയാണ്. രാത്രി വരുമ്പം ഓരോ വാക്കുകളാണ് പറയുന്നത്. വെളിയിൽ പോകുന്നേക്കാളും അതിനേക്കാളും കാശ് തരാം. മോശമായിട്ടുള്ള രീതിയിൽ നമുക്കൊന്നും എതിർത്ത് സംസാരിച്ചുകൂടാ. അന്ന് നീചമായിട്ടാണ് എൻ്റെ മക്കളെ 2 പേരെയും വലിച്ചഴിച്ചുകൊണ്ട് പോയത്. നീചമായിട്ട് ഒരു മനുഷ്യരും ചെയ്യാത്ത പാടാണ് ചെയ്തത്. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഇളയ മോൻ്റെ ചോര നാക്കിനെ അവർ അറുത്ത് മുറിക്കും പോലെയാണ് മുറിച്ച് രക്തത്തോടാണ് അവർ 2 ഉപയോഗിച്ച് കുത്തിയതാണ്. അടിച്ച് വലിച്ചഴിച്ച് നീതിക്കുന്നു. ഞാൻ ചെന്ന് അപ്പോഴും അതിലൊരു പയ്യനെ എനിക്കറിയാം. മക്കളെ നിങ്ങൾക്ക് എന്നെ അറിയാല്ല. ഇവരെല്ലാവരും ഈ RSS പ്രവർത്തകരാണെന്ന് ഉറപ്പാണോ? ഉറപ്പാണ്. എന്ന് വെച്ചാൽ അച്ഛൻ BJPയിലുണ്ട്, RSSലുണ്ടായിരുന്നു. ഇത് അങ്ങനെ ഞാൻ അത് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു മക്കളെ നിനക്ക് എന്നെ അറിയാലോ, നീ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതിയല്ല എന്ന് പറഞ്ഞപ്പോഴാണ് ചാരി നിന്ന് എൻ്റെ മോനെ ഇടിച്ചിട്ടിട്ട് അവർ പോയി ക്രൂരമുണ്ട്. എന്നിട്ട് ഞാൻ ആ മോനെ ചെന്ന് ഞാൻ പിടിക്കണതും ആ ചെരുപ്പ് കൊണ്ട് അവർ ശരിക്കും എന്നെ ചവിട്ടി വിട്ട്. എന്നിട്ട് പോലും അവരെ ഇതുവരെ ഒരു നടപടി എടുക്കുകയോ ഈ സ്ത്രീകളെ അപമര്യാദയായിട്ട് പെരുമാറണ ഇതുവരെ ഈ വട്ടിയൂർക്കാവിൽ ഒരു നടപടി എടുത്തിട്ടില്ല. നിങ്ങളെ സഹോദരനെ ചോദിച്ചാൽ നിങ്ങൾ ചോദിക്കില്ല, അതുപോലെയല്ലേ എൻ്റെ ചേട്ടൻ ചോദിച്ചോളൂ. ഞാനും അവനും കൂടിയാണ് വന്ന് ചോദിച്ചെങ്കിൽ നിങ്ങൾ അവൻ എങ്ങനെ അടിക്കുമായിരുന്ന? അവൻ ഒറ്റയ്ക്കായിട്ട് നിങ്ങൾ ഒരാളെ എങ്ങനെ അടിക്കേണ്ട കാര്യം? അങ്ങനെ അവൻ അപ്പോഴത്തേക്ക് അവരെ വീട്ടിൽ നിന്ന് ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മളിവനെ ശ്രദ്ധിച്ചില്ല. നമ്മളിവനെ കൊണ്ടുവന്ന് കിടത്തിയിട്ട് നമ്മളിവനെ വെള്ളമൊക്കെ കൊടുത്തിട്ട് പോയപ്പോഴത്തേക്കാണ് അവനെ കാണാനില്ല. ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ട് അവൻ്റെ ശബ്ദമൊന്നും കേൾക്കാനില്ല. അങ്ങനെയാണ് അവൻ അവിടെ നിന്ന് വലിച്ചഴിച്ചുകൊണ്ട് വന്ന രംഗോണ് കണ്ടത്. ഞാൻ നോക്കിയപ്പോൾ മേഡം ക്രൂരമായിട്ട് ഒരു പട്ടി വലിച്ചഴിക്കും പോലെയാണ് ഈ ഇളയ മോനെ വലിച്ചഴിച്ചിട്ടുണ്ട്. അവൻ്റെ ദേഹത്ത് പാടൊക്കെ അന്ന് കാണണം മേഡം. അത്രമേൽ അവസ്ഥയായിരുന്നു. അവന് ഒരാഴ്ചയോളം ആ പാലിൽ മുക്കിയാണ് ബ്രെഡും ദോശയൊക്കെ നമ്മൾ കൊടുത്ത് ആ ഒരു വിഷമം അവനിപ്പോഴും ഉണ്ട്. ഇതുവരെ നടപടി ഒന്നും എടുത്തിട്ടില്ല. ഒരു വീട്ടുവേലയ്ക്ക് പോകുന്ന ഒരു വ്യക്തി വേറെ രീതിയിലാണ് ജീവിക്കുന്നതെന്നാണ് ഈ സമൂഹം പറയുന്നത്.